ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തി എഴുന്നേറ്റാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ ദേശത്തിന് നേരെ വരുന്ന ന്യായവിധിയുടെ വാളിനെ നീക്കിക്കളയും. ഒരാളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ ദേശത്തോട് കരുണ കാണിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ ന്യായവിധിയുടെ വാള് നീങ്ങിപ്പോകും. യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ ആ തോട്ടക്കാരൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരികയാണ്. 3 വർഷമായി ഞാൻ വരുന്നു, ഫലം കാണുന്നില്ല. വെട്ടിക്കളയട്ടെ. ഇതിങ്ങനെ നിന്ന് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, എല്ലാ വർഷവും ദൈവം നമ്മിലേക്ക് എത്തി നോക്കുന്നുണ്ട്. നാം നമ്മുടെ മുറ്റത്തൊരു വൃക്ഷം നട്ടാൽ ആ വൃക്ഷത്തിൽ നാം ഓരോരുത്തരും ഫലം തിരയുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം വരുന്നുണ്ടോ എന്ന ദൈവം നമ്മിലേക്ക് എത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഫലം കാണാതെ വരുമ്പോൾ ദൈവം പറയുകയാണ്, വെട്ടിക്കളയട്ടെ. ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? അങ്ങനെ പറഞ്ഞപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, കാവൽക്കാരൻ പറഞ്ഞു, കർത്താവേ, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. ഞാനതിനെ ചുറ്റും കിളച്ച് ഒന്ന് വളവിടട്ടെ. അത് മേലാൽ കായ്ച്ചെങ്കിലോ. പ്രിയപ്പെട്ടവരെ, അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഗ്രേസ് പീരീഡാണ്. ഒന്ന് നോക്കട്ടെ. ഞാൻ ഒന്നുകൂടി അവനോട് സംസാരിക്കട്ടെ. ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ഞാൻ അവനൊന്ന് കൊണ്ടുവരട്ടെ. ഒരു ദൂത് കൂടെ അവനോട് പറയട്ടെ. ചിലരെ കൂടെ ഞാൻ അവൻ്റെ മുമ്പിലൊന്ന് അയച്ച് അവനോട് സംസാരിച്ചു നോക്കട്ടെ. ഞാനൊരു സാഹചര്യം ഒന്ന് അവന് വേണ്ടി ഒരുക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ. പ്രിയപ്പെട്ടവരെ, വെട്ടിക്കളയട്ടെ എന്ന ശബ്ദം ന്യായവിധിയുടെ വാളാണ്. എന്നാൽ ഒരാണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കാൽവറിയിൽ അവന് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, എൻ്റെ ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിയത് അവന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പുത്രൻ തമ്പുരാൻ നിലവിളിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ആ വാള് നീങ്ങിപ്പോയി. നിങ്ങൾക്ക് മുട്ടുകുത്താൻ കഴിയോ? നിങ്ങളുടെ തലമുറയ്ക്കെതിരെ വരുന്ന വാളുകളെ ദൈവം നീക്കിക്കളയും. മുട്ടുകുത്താൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ദൈവം ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു ദേശത്തെ മുഴുവനും രക്ഷിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കും. പ്രാർത്ഥന ചെറിയ കാര്യമല്ല കേട്ടോ. ന്യായവിധിയുടെ വാളിനെ തട്ടി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കുറെ പേരൊന്നും വേണ്ടെന്നേ, നീ മാത്രം മതി. ഒരാൾ മതി. വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, ശ്രദ്ധയോടെ, വിശ്വാസത്തോടെ, ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരാൾ മതി. ദൈവം ഒരു ദേശത്തെ വിടുവിക്കുമെന്നാണ് ആലോചന പറയുന്നത്. പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തുക, വചനത്തെ ഏറ്റെടുക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.